ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ഇപ്പോൾ ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പ്രൊമോഷൻ വീഡിയോനെ കുറിച്ചിട്ടാണ്. നമ്മുടെ വെറും വർഷ റീസെൻ്റായിട്ട് ഈസ്റ്റേണിന് വേണ്ടിയിട്ടൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റ ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ ലൈക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനോ ഒരു എന്തിന് വേണ്ടി ഇപ്പോൾ മാർക്കറ്റിംഗ് ടെക്നിക്കാണോ അങ്ങനെ കുറേ അധികം കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇങ്ങനല്ല അമ്മ പിടിച്ച പോലെ പഠിക്കും. അമ്മ അടിക്കുന്ന ഒരു വൃത്തി ഒന്നിട്ടില്ല അല്ലേ? വീഡിയോ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വൃത്തി വന്നിട്ടില്ലേ? അമ്മ അലക്കുന്ന പോലെ അലക്ക്. അപ്പോൾ സൗകര്യം കിട്ടുമ്പോൾ വെറും വർഷയുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ എന്താ പറയുക പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ഓക്കെ, പക്ഷെ അത് വെറും വർഷയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വർഷ രമേഷിൻ്റെ ഭാഗത്തുനിന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ വർഷ രമേഷ് പലരും എന്താ പറയുക പല റിയാക്ഷൻ വീഡിയോയിലും പറയുന്നത് കേട്ടു, ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് റിയലി വർഷ രമേഷ് പറയുമ്പോൾ അപ്പം തന്നെ ചൂലങ്ങിട്ടെടുത്ത് ആ പയ്യനെ തുരുത്തി ഓടിപ്പിച്ചാനെന്നാണ് പറയുന്നത്. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ മൈ ഗോഡ്, ഞാൻ ഓർത്തു ഭയങ്കര ക്രിയേറ്റിവിറ്റി ആണല്ലോ എന്ന്. പിന്നെ ഒരു വീഡിയോ കണ്ടു, 2 വീഡിയോ കണ്ടു, അപ്പോഴാണ് ഞാനും ശരിയാണല്ലേ ഇങ്ങനെ ഒരു സൈഡും കൂടി ഇതിനുണ്ടെന്ന് ഉള്ളൊരു കാര്യം എനിക്കും തോന്നിയത്. മേ ബി ഈസ്റ്റേൺ പോലുള്ളൊരു വലിയ ബ്രാൻഡിൻ്റെ മാർക്കറ്റിംഗ് ടെക്നിക്കാവും, അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, അതായത് ഏറ്റവും ലോ എന്താ പറയുക ഫോളോവേഴ്സ് ഉള്ള ചാനൽസ് മുതൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന അപ്പോൾ സീക്രട്ട് ഏജൻറ്റ് ഉണ്ണി പോലെയുള്ള വലിയ വലിയ വ്ളോഗേഴ്സ് പോലും ഈ ഒരു മാറ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതവരുടെ മാർക്കറ്റിംഗ് ഒരു ടാക്ടിക്സ് തന്നെ ആവാം. അല്ലാത്ത പക്ഷം ഇത്രയ്ക്കധികം എന്താ പറയുക അമ്മ ചെയ്യുന്ന പോലെ പണ്ട് നമ്മൾ പറയാറുണ്ട് അമ്മമോൻ സെറ്റപ്പ്, ആ ഒരു കൺസെപ്റ്റിൽ ഒരു വീഡിയോ ഈസ് ഓക്കെ. പക്ഷെ അതിൻ്റെ എൻഡിങ് ഒക്കെയാണ് പ്രശ്നം. ഇങ്ങനൊരു കൺസെപ്റ്റിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് വേറൊരു തരത്തിൽ. അപ്പോൾ അത് നമുക്കൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അമ്മ ചെയ്ത പോലെ അത് ചെയ്തു. ഇപ്പോൾ ഈസ്റ്റേണിൻ്റെ കറി പൗഡർ വെച്ച് സാമ്പാർ പൊടി വെച്ചിട്ട് സാമ്പാർ 2 പേരുണ്ടാക്കിയപ്പോൾ 2 ടൈപ്പ് ഉണ്ടാക്കിയാൽ പോലും ഒരേ ടേസ്റ്റ്. അപ്പോൾ അതൊരു ലൈക്ക് ലോജിക്കില്ലായ്മയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ മോർ ഓവർ എല്ലാവരും ബോദർ ചെയ്യുന്നത് വർഷയുടെ ഒരു ഫേസ് തന്നെയാണ്. ലൈക്ക് വർഷേൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വീഡിയോ വരരുതായിരുന്നു. ആഫ്റ്റർ ഓൾ അതൊരു അവരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷേ വർഷ ബാക്കി വീഡിയോസ് ചെയ്യുന്ന ടൈമിൽ കാണിക്കുന്ന ഒരു മോഡ് ഓഫ് ആ ഒരു രീതിയല്ല ഈ ഒരു വീഡിയോയിൽ നിന്നാണ് പലരുടെയും അഭിപ്രായം. കമൻറ്റ് ബോക്സ് പല വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അങ്ങനെയാണ് കമൻറ്റ് ബോക്സിൽ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ കല്യാൺ പോലുള്ള പല ബ്രാൻഡുകളും അവരുടെ ഇപ്പോൾ എന്താ പറയുക ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ അവരുടെ വിവാഹത്തിൻ്റെ ആണെങ്കിലും പാരൻസ് അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതാണെങ്കിലും അത്രയ്ക്ക് മോഡേൺ ആയിട്ടുള്ള ഇപ്പോൾ മോഹൻലാൽ മറ്റേ ഏതോ ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിലും ആഭരണം എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്, അതിനിങ്ങനെ സ്ത്രീ എന്നോ പുരുഷനെന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ ഇറക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. അപ്പോൾ ഇത്രയ്ക്കൊരു അധപതിച്ചാന്ന് പറയാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. ടോട്ടലി യൂസ്ലെസ് ആയിട്ടുള്ള അങ്ങനെ വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോൾ ആ ഒരു ആഡ് കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് നോ ഇൻഫോർമേഷൻ ഒന്നും കിട്ടാനില്ല. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ദർശനയുടെ അമ്മ അഭിനയിച്ച ഈസ്റ്റേണിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈസ്റ്റേണിന് പറയുന്നതുകൊണ്ട് എനിക്കറിയില്ല ടിഷ്യൂ ഉണ്ടോയെന്ന്. ലൈക്ക് ഇപ്പോൾ പലരും എന്താ പറയുക കിഴക്കൻ മസാലപ്പൊടി എന്നൊക്കെയാണ് ബർണാബി സംബോധന ചെയ്യുന്നത്. എനിക്കറിയില്ല അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളുണ്ടോയെന്ന്, ബട്ട് ഞാൻ സത്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് ഇപ്പോഴത്തെ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. പണ്ട് വീഡിയോസ് എന്തിട്ട് കഴിഞ്ഞാലും എൻജോയ് ചെയ്യുന്ന ഒരു സൊസൈറ്റി അല്ല. ചിന്തിച്ച് അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ വെട്ടി തുറന്ന് പറയാൻ കെൽപ്പുള്ള ഒരു കൂട്ടം ആളുകളുള്ളൊരു സൊസൈറ്റിയിലാണ് നമ്മളെല്ലാ വീഡിയോസും എല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ച് ശ്രദ്ധിച്ച് വേണം കൺവേ ചെയ്യണമെങ്കിൽ. ബട്ട് ഇതിൻ്റെ ഒരു കോയിനാകുമ്പോൾ 2 സൈഡ് ഉണ്ട്. ഇതിപ്പോൾ മാർക്കറ്റിംഗ് ടെക്നിക്കാണെങ്കിൽ അതവരുടെ വിജയമാണ്. അല്ലാത്ത പക്ഷം സിമ്പിളായിട്ട് ഒരു ക്രിയേറ്റ് ചെയ്തൊരു കണ്ടൻറ്റ് ആണെങ്കിൽ അവരുടെ മിസ്റ്റേക്കാണ്. അത്
ഇതുവരെ അതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻസ് ഒന്നും വർഷയുടെ ഭാഗത്തുനിന്നോ ഇപ്പോൾ കമ്പനിയുടെ ഭാഗത്തുനിന്നൊന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു കമൻറ്റ്. കാരണം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാമെന്ന് വിചാരിച്ചത്. സോ ഡു കമൻറ്റ് നിങ്ങളുടെ ഒപ്പീനിയൻസ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആളുകളുടെ ഒരു മനസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ. സോ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.